പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി മക്കളെ ശിരസിലാണ് കൈവെക്കേണ്ടത്. കർത്താവേ നിന്റെ കൈ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നീ കൈവെക്കുമ്പോൾ പറയണം, കർത്താവേ ഇത് നിന്റെ കൈ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അടിപ്പുഴ പോലെ വൈദാഖ്യം ദൈവികമായ ശക്തി നിന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി അഭിഷിക്തം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന സമയമാണ്. കർത്താവേ അനേകം മക്കൾ ഇപ്പോഴേ വേദനയോടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോ കർത്താവെ ദിന മുഴുക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം ആ തലകളിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ തലയിലെ ഉള്ളിൽ വേദനയുള്ളവരുണ്ട് കർത്താവെ തലയുടെ ഉള്ളിലെ മസ്തിഷ്കങ്ങളിലെല്ലാം കർത്താവ് രക്തോട്ടം കുറയുള്ളവരുണ്ട് കർത്താവെ, അവിടെയും ശിഷ്ടമുള്ളവരുണ്ട് കർത്താവെ, പലതരത്തിൽ രോഗങ്ങളുള്ളവരുണ്ട് കർത്താവ്. ഈശോ അവരെല്ലാം നീ സ്പർശിക്കണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, നക്കിൻ്റെ രോഗികൾ കർത്താവെ, തൊണ്ടയുടെ രോഗികൾ, യേശു ക്രിസ്തുവെ ഈ നിമിഷം കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ. ഈശോ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ. ശ്രീദർശന്റെ രോഗങ്ങള്, വാദരോഗങ്ങള്, ഉള്ളംകാല് മുതൽ ഉക്ക് കർത്താവേ, ഉള്ളം ഉച്ചുവരെയുള്ള രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള്, ഷുഗർ രോഗങ്ങള്, കരരോഗങ്ങള്, ലിവർ രോഗങ്ങൾ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ. നടുവ് രോഗങ്ങള്, കിഡ്നി രോഗങ്ങള് ഇപ്പോൾ സ്പർശിക്കണമേ. ത്വക്ക് രോഗങ്ങള് ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ ഇപ്പോഴേ യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ കുരിശിന്റെ നാമത്തിൽ, കുരിശിന്റെ ശക്തിയാൽ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ഇത് കൃപാസനത്തിന്റെ അൾത്താരയാണ്. 2004 ഡിസംബർ 7-ാം തീയതി ഈ അൾത്താരയിലാണ് നമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അന്ന് മുതൽ ഇന്നുവരെ ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ അതുപോലെ സമാന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർന്നു പോവുകയാണ്. ഇതിനെല്ലാത്തിൻ്റെ അവസാനം അമ്മ ഒരു തീരുമാനം, അപ്പായുടെ തീരുമാനം, ദൈവത്തിൻ്റെ കരുണയുടെ തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യാശിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദുരന്തത്തെ പോലെ തന്നെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലെ വിവാഹം ഒത്തുവന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ദുരന്തം പോലെയാണ്. കുഞ്ഞുങ്ങളില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു ദുരന്തം പോലെയാണ്. ജോലി ഇല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ്. ആ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ്. ആ കുടുംബത്തിൽ വഴിയില്ല, വീടില്ല, വാടകക്കട താമസിക്കണമെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ്. പഠിച്ചിട്ട് കയറണില്ല, അതുപോലെ തന്നെ നൈപുണ്യ പരീക്ഷകൾ, വ്യത്യസ്തങ്ങളായ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, ജോലി കിട്ടിയില്ലെങ്കിൽ കർത്താവ് അതെല്ലാം ദുരന്തം പോലെയാണ്. ഇങ്ങനെ സ്വകാര്യ ദുരന്തങ്ങളുടെ മേൽ കർത്താവെ പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ എഴുന്നള്ളിയിരിക്കുന്ന മധ്യസ്ഥം വഹിക്കുന്ന ഈ അൾത്താരയിൽ ഇപ്പോഴും ദിവ്യകുർബാന ജ്വലിച്ചു നിൽക്കുമ്പോഴേ നിന്റെ ദുരന്തങ്ങൾക്കെതിരെ, നിന്റെ വ്യക്തി ദുരന്തങ്ങൾ, അത് രോഗമായാലും ക്ഷീണമായാലും വീടില്ലാത്ത അവസ്ഥയായാലും കർത്താവെ, അനേകം മക്കള് കർത്താവെ, കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ കർത്താവെ, ഒത്തിരി പേർ സുഖപ്പെട്ടവരായ കർത്താവ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ കർത്താവ്, അതുപോലെ കർത്താവെ അനേകം മക്കൾ കർത്താവെ ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ കർത്താവെ, സമാധാനം ഇല്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളാ തകർന്നടിഞ്ഞിരിക്കുന്നവർ കർത്താവെ, അനുദിനം 10 ദിവസത്തെ ജീവിക്കാനുള്ള അരി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഫേസ്ബുക്കിൽ കർത്താവെ അനേകം പേര് കർത്താവെ പോസ്റ്റിട്ടുണ്ട് കർത്താവെ. അതങ്ങനെയുള്ള എല്ലാവരുടെയും ജീവിതത്തെ ഞങ്ങളിപ്പോഴേ, വരുമാനമില്ലാത്ത മക്കളുടെ ജീവിതത്തെ കർത്താവ്, രോഗത്തിന് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത മക്കളുടെ ജീവിതത്തെ കർത്താവെ അങ്ങനെ ദിവസത്തിൽ സമർപ്പിക്കുന്ന കർത്താവ്. ഓരോ സംഭവങ്ങൾ, വരുമാന മാർഗങ്ങളെല്ലാം കർത്താവ് അടഞ്ഞു പോയിട്ടുള്ളവർ കർത്താവ്, അതേസമയം തന്നെ ബാങ്കുകളിൽ അവരുടെ പലിശകളാൽ സഹിതം കർത്താവ് മുതലടക്കേണ്ടി വരുന്നവർ, അതിൻ്റെ പേരിൽ കടമായി തീരുന്നവർ കർത്താവ്, ജപ്തി നടപടി നീളുന്നവർ, ഈശോ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ എങ്ങനെ ജീവിക്കും, ചത്താ മതിയെന്ന് കർത്താവ് മനസ്സുകൊണ്ട് സ്വന്തമായിട്ട് പ്രാകുന്നവരുടെ കർത്താവ്, എന്തൊരു കാലമാണ് കർത്താവ്, ഇരുട്ടിൻ്റെ കാലത്ത് കർത്താവ് നിന്റെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവ് ഇന്ന് വരെ ഈ അൾത്താരെ ചൊരിഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ അടുത്ത് ചൊരിഞ്ഞിട്ടുള്ള കണ്ണുനീര്, എല്ലാ വിശ്വാസത്തെ കണ്ണുനീര് കർത്താവ്
ഇപ്പോൾ അങ്ങനെ തിരിച്ച് സമർപ്പിക്കുന്ന കർത്താവ്. ഈശോ നീ വിശുദ്ധ, നീ വിയർത്ത വിയർപ്പിനകത്ത് കർത്താവ് ഓർമ്മയിൽ കർത്താവ്, നീ വിയർത്ത ഒരു വിയർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നിന്നോട് ഞങ്ങൾ താണ് വീണ് കർത്താവ് കേണപേക്ഷിക്കുന്ന കർത്താവ്. ഈശോ ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ ഓരോരോ തരത്തിൽ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നിറയുന്ന കർത്താവ്, അവരെ എല്ലാം നിന്റെ അലിവാർന്ന അനുകമ്പയാർന്ന ജനക്കൂടത്തെ കണ്ടപ്പോൾ കർത്താവ് എനിക്ക് അനുകമ്പ തോന്നണമെന്ന് പറഞ്ഞ കർത്താവ്, ആ അനുകമ്പ നിത്യമായി തോന്നിക്കൊണ്ടിരിക്കുന്ന നിത്യദൈവമേ, സത്യദൈവമേ, നിന്റെ വിശുദ്ധമായ വലത് കരങ്ങൾ കർത്താവ് മക്കളുമത്തിൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിശുദ്ധമായ ആൾത്താറയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിൻ്റെ ആരാധ്യമായ സന്നിധാനത്തിന് ശക്തിയാൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, നിങ്ങളുടെ ജീവിത മേഖലകളിൽ കർത്താവ് ഇറങ്ങി വസിക്കട്ടെ. നിങ്ങളുടെ ജീവിത മേഖലകളിൽ കർത്താവ് ഇറങ്ങി വസിക്കട്ടെ. നിന്റെ ജോലിയിടങ്ങളിൽ, നിന്റെ വീടിൻ്റെ ഇടങ്ങളിൽ, നിന്റെ വിശ്വാസത്തിൻ്റെ ഇടങ്ങളിൽ, നിന്റെ സമാധാനത്തിൻ്റെ മേഖലകളിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ, നിന്റെ സാമ്പത്തിക മേഖലകളിൽ, നിന്റെ യാത്ര മേഖലകളിൽ, നിന്റെ എല്ലാവിധ കൈവെക്കങ്ങളുടെയും ജീവിതമാർഗ മേഖലകളിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉയർത്തുന്നേറ്റം അനുഗ്രഹിക്കട്ടെ. ഉയർത്തുന്നേറ്റം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരാമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അനുഗ്രഹം നിറയട്ടെ. നിന്റെ ശുദ്ധിയുടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദൈവം തേടി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. ദൈവം തേടി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സമാപന ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. എന്തെങ്കിലും മൗനമായി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ സമയമുണ്ട്, ഇപ്പം പ്രാർത്ഥിക്കണം. എന്തെങ്കിലും കർത്താവിനോട് മൗനമായി സങ്കടപ്പെടാനും ഭാരപ്പെടാനും ഉണ്ടെങ്കിൽ അമ്മ നിന്നെ നോക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി നിങ്ങളുടെ വേദനകൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുക. കൃപാസനത്തിൻ്റെ ആരാധനയുടെ ലിങ്ക് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണത്. അറിയാത്തവരെ അറിയാൻ വേണ്ടി, എൻ്റെ അക്കൗണ്ടിലുള്ളവരെല്ലാം ഈ ആരാധനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി അവരെ ആശീർവദിച്ചുകൊണ്ട് നീ കർത്താവിന് വേണ്ടി പുണ്യപ്രവൃത്തി ചെയ്യണം. എന്നിട്ട് പറയണം, കർത്താവ് എൻ്റെ ഈ ഷെയറിങ് കാരണം അങ്ങേ അറിയാത്തവരറിഞ്ഞ് അങ്ങേ അനുഗ്രഹിക്കാൻ, അനുഗ്രഹം സ്വീകരിച്ച് ആത്മരക്ഷ നേടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ വേല പോലെ നീ ഷെയർ ചെയ്യണം. ഇപ്പോഴേ സമാപന ആശീർവാദത്തിനായി മുട്ടുകുത്താം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മറിയ ആവേ 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 മറിയ ആവേ 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 മറിയ ആവേ 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 മറിയ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്ന റോബിൻ. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപത ഇടവക അംഗമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് 19 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജർമ്മൻ ഭാഷ പരീക്ഷ പാസ്സാവണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് 3 വർഷമായി. 2022 ഞാൻ എൻ്റെ +2 കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോയിത്തെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. അവിടെ പഠിച്ച് ഞാനൊരു 4 തവണയോളം പരീക്ഷ എഴുതി. 4 തവണ പരീക്ഷ എഴുതിയപ്പോഴും എനിക്ക് B1 കിട്ടിയില്ല, B2 കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞാനിപ്പോൾ പാസ്സാകുന്നത്. കാരണം എനിക്ക് +2 92%, 10 എനിക്ക് 98% ഉണ്ടായിരുന്നു. അപ്പം എല്ലാ പരിപാടിക്കും പങ്കെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മാർക്കായതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഒറ്റ വർഷം കൊണ്ട് ജർമ്മൻ പരീക്ഷ ഇപ്പോൾ പാസ്സാകുമെന്ന്. അങ്ങനെ ഞാൻ ഗോയിത്തെ പരീക്ഷ 4 തവണ എഴുതി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി പറഞ്ഞു, കൊച്ചേ നീ പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ എല്ലാവരും ഉടമ്പടി എടുത്ത് പാസ്സാകുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ 2023 ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കലിനുള്ള ഉടമ്പടി എടുക്കാനുള്ള ടോക്കണൊക്കെ എടുത്തു. പക്ഷേ ഞാൻ ക്ലാസ് കൂടിയില്ല. അപ്പോൾ ഞാൻ ക്ലാസ് കൂടിയില്ല. ക്ലാസ് കൂടാതെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജിയാണെന്ന് പെട്ടെന്ന് തോന്നി. അതെന്നെക്കൊണ്ട് ചെകുത്താൻ തോന്നിച്ചതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഞാനിത് പത്രവും മേടിച്ച് ഇവിടെ ചുമ്മാ വെച്ചിട്ട് തിരിച്ചു പോയി. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അപ്പാവൻ പറഞ്ഞു, നീ എന്തിനാ അവിടെ പോകുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മാതാവല്ല ഒരുപോലെയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പരീക്ഷ എഴുതി 2-3 തവണയൊക്കെ. പക്ഷെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും സെൻറ്റർ കിട്ടുന്നില്ലായിരുന്നു. കോൽഹാപൂർ, ബാംഗ്ലൂർ, അങ്ങനെ കുറേ എടുത്ത് പോയി പരീക്ഷ എഴുതി, ഒരുപാട് പൈസ ചിലവായി, എന്നിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് നോർക്ക് വഴി പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടി. അപ്പോൾ നോർക്ക് വഴി പോകാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവൊക്കെ ഗവൺമെൻറ് നോക്കുമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ 38 പിള്ളേരാണ് നോർക്കയ്ക്ക് വെച്ചത്. അപ്പോൾ ആദ്യം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ പരീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിലും ഞാൻ പാസ്സായി. ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 38 പിള്ളേരിൽ 35 പിള്ളേരെ അവരെടുത്തു. പക്ഷേ ആ 3 പേരെ അവർ ഒഴിവാക്കിയതിൽ ആ ഒരാൾ ഞാനായിപ്പോയി. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, അതെന്നാ ഞാൻ നന്നായിട്ടല്ലേ പെർഫോമൊക്കെ ചെയ്തത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അല്ല കൊച്ചേ, നിൻ്റെ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നിനക്കൊരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. ബാക്കി 2 പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആഗ്രഹം പോലും ഇല്ലായിരുന്നു ഇത് നോർക്കെ വഴി പോകണമെന്ന്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ അവസാനം എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ വരാതെ ഒന്നും നടക്കില്ല എന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പം ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ജോസഫ് അച്ഛനെ കണ്ട് ഇവിടെ വന്ന് കാശുരൂപം വെഞ്ചരിച്ച് ഞാൻ കൊണ്ടുപോയി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് B1 ഫുൾ മൊഡ്യൂൾ കിട്ടി. B1 ഫുൾ മൊഡ്യൂൾ കിട്ടിയപ്പോഴും എൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ കൽപ്പനകളൊന്നും പാലിക്കാതെയായി, പ്രാർത്ഥിക്കുന്നത് കുറഞ്ഞു.
അങ്ങനെ ഞാൻ പിന്നെ B2 എഴുതി. B2 2 തവണ എഴുതി, കിട്ടിയില്ല. അപ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു മെയ് മാസം 31 ഞാൻ പരീക്ഷ പാസ്സായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഗോയിത്തെ എക്സാം വേണ്ടാന്ന് വെച്ച് OST എക്സാം പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അവിടെ പോയി അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതുന്നത്. ഈ പരീക്ഷ എഴുതിയിട്ട് 31-ാം തീയതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 31-ാം തീയതി കിട്ടുമെന്ന് എനിക്ക് യാതൊരു ചാൻസും ഇല്ലായിരുന്നു. കാരണം മെയ് മാസം 26-ന് എക്സാം. അപ്പോൾ എക്സ്പ്രസ് കറക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് റിസൾട്ട് വരും. പക്ഷേ പൈസ കൂടുതൽ കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ 10ാമത്തെ B2 പരീക്ഷ, B1 B2 കൂടായിട്ട് എൻ്റെ 10ാമത്തെ പരീക്ഷയാണ് എഴുതുന്നത്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബറിൽ എനിക്ക് പോകാൻ പറ്റില്ല, അടുത്ത വർഷമാണെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ എനിക്ക് 4ാമത്തെ വർഷം, ഒരു കോഴ്സ് തീരേണ്ട സമയമായതുകൊണ്ട് എനിക്കും ആകെ ഒരു ടെൻഷനായിരുന്നു. അപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെ വണക്കമാസം ഞാൻ എന്നും കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. വണക്കമാസത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ക്യാൻഡിൽ ലൈറ്റ് പ്രെയറിൽ ഒരു റിക്വസ്റ്റ് ഇട്ടു, എനിക്ക് 31-ാം തീയതിക്ക് ഉള്ളിൽ എൻ്റെ പരീക്ഷ പാസ്സായി വരണമെന്ന്. അങ്ങനെ 30-ാം തീയതി വൈകിട്ട് എനിക്ക് റിസൾട്ട് വന്നു. അപ്പോൾ തന്നെ ഞാൻ റിസൾട്ട് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തപ്പം 31-ാം തീയതി പരിശുദ്ധ അമ്മ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ എനിക്ക് തന്നു. അങ്ങനെ ഇപ്പം അടുത്ത മാസം സെപ്റ്റംബർ 4-ന് ഞാൻ ഓസ്ട്രിയയിൽ BSc നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് ജർമ്മൻ പരീക്ഷ പാസ്സാക്കി തന്നു. ഞാൻ എൻ്റെ വിസയ്ക്ക് പോയപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഒക്കെ ഞാൻ നേർച്ച വസ്തുക്കളായിട്ട് ഉപ്പും തൈലവും ഉണ്ടായിരുന്നു. തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കുമ്പോൾ എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കയ്യിൽ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഓരോ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനും ഒക്കെ ഞാൻ പോയത്. ഞാൻ അടുത്തതായിട്ട് ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദേവാലയ നിർമ്മാണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടുക്കി ജില്ലയിലൊരു ചെറിയ അന്യാതുളം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 38 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. 38 വീട്ടുകാർ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. ഞങ്ങൾക്കൊരു പള്ളി പണിയാനായിട്ട് ഒരു സാമ്പത്തികമായിട്ടൊന്നും തന്നെയില്ല. അപ്പോൾ ഞങ്ങളുടെ പള്ളി സിറ്റിയിൽ ഏറ്റവും താഴെ ഇരിക്കുന്നത്, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം മലമുകളിലാണെന്ന് പറയുന്ന പോലെ. പക്ഷേ ഞങ്ങളോട് എല്ലാ അച്ഛന്മാരും വന്നിട്ട് ചോദിക്കും, പിന്നെ പള്ളി താഴെ ഇരിക്കുന്നത്. നാട്ടുകാരൊക്കെ ചോദിക്കും ഈ പള്ളി കുർബാനയുണ്ടോയെന്ന്. അത്ര മോശമായിട്ടായിരുന്നു കിടക്കുന്നത്. ഒരു പള്ളി പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിൽ പൈസയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എന്നാലും പ്രാർത്ഥനയ്ക്കൊന്നും ഞങ്ങൾക്ക് കുറവൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ അഖണ്ഡ ജപമാലയും അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപം വെച്ച് പ്രദക്ഷിണമൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ അച്ചാറിട്ടു. അങ്ങനെ പള്ളിക്ക് ആകെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ വിറ്റു. എന്നാലും ആകെ കൂടി 50 ലക്ഷമേ വന്നുള്ളൂ. ഞങ്ങൾക്ക് ഫില്ലറിൽ പള്ളി മേളിൽ വരണമെന്നുണ്ടെങ്കിൽ 1.5 കോടിയോളം രൂപയാകുമായിരുന്നു. അപ്പോൾ 1.5 കോടി ഇല്ലാത്തോടെ രൂപതയെന്ന് പറഞ്ഞു താഴെ തന്നെ ഒരു പള്ളി പണിതോളാൻ. പക്ഷെ താഴെ തന്നെ പള്ളി പണിത പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത്തിൻ്റെ അടുത്തായതുകൊണ്ട് വീണ്ടും ഈർപ്പം കയറി പള്ളി 4-5 വർഷം കൊണ്ട് പഴയ പോലെ തന്നെയാകും. അപ്പോഴത്തെ കുറേ കുടുംബങ്ങൾ ഞങ്ങളെ ഇടവകയിൽ നിന്ന് പോയി തുടങ്ങി വേറെ നല്ല പള്ളിയിലോട്ട്. അവിടെ നല്ല പള്ളിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾക്കും പേടിയായി, ഇനി ഈ പള്ളി ഇങ്ങനെ നിന്ന് പോവുമോ എന്നൊക്കെ ഓർത്ത്. അങ്ങനെ ഞങ്ങളെന്നാലും ഞങ്ങളെ വികാരിയച്ഛനും ഞങ്ങളെ ഇടവക്കാരും ഒന്നും പ്രാർത്ഥന മുടക്കിയില്ല. ഞങ്ങൾ അഖണ്ഡ ജപമാലയും അഖണ്ഡ ജപമാല ഞങ്ങൾ ഓരോ വീട്ടുകാരായിട്ട് വന്നിരുന്ന് ചൊല്ലി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു നല്ല മനുഷ്യന് എന്തോ തോന്നി, ആ പുള്ളി ഞങ്ങൾക്ക് 55 ലക്ഷം രൂപ ഞങ്ങളുടെ പള്ളിക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞു. 55 ലക്ഷം രൂപ. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു കോടിയോളം ഞങ്ങളുടെ പള്ളിക്ക് പൈസ ആയിട്ടുണ്ട്. പിന്നെ രൂപതയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു. പിന്നെ പള്ളി പണിയുവാണെങ്കിൽ ഞങ്ങളെ സ്ഥലത്തുള്ള മറ്റു മതസ്ഥരും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രൂപത എൻജിനീയർ വന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മെത്രാൻ വന്ന് ഞങ്ങൾക്ക് തറക്കല്ലിട്ടു. പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ഇനി ദേവാലയം പണിയാൻ പറ്റുമെന്ന് 100% ഉറപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ
അവിടെ ഞാൻ താമസിച്ച ഹോസ്റ്റലിനടുത്തായിട്ടൊരു വൃദ്ധസദനം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ശനി ഞായറും ഞാൻ അവിടെ പോയിട്ട് പ്രായവരെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി പത്രം കൊടുക്കുമായിരുന്നു. ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജർമ്മൻ പത്രം എല്ലാവരും കൊടുത്തു. പിന്നെ എൻ്റെ നാട്ടിൽ തമിഴ്നാട്ടുകാരും ഉണ്ട്, മലയാളികളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ തമിഴ് പത്രവും മലയാളം പത്രവും മേടിച്ച് എല്ലാവരും വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് എല്ലാവരും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ഒരുപാട് പേരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി വെച്ച മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ 10ാം ക്ലാസ്സായിരുന്നു. അപ്പോൾ അവന് മോഡൽ പരീക്ഷ വരെ ആകെ കിട്ടിയത് 20% മാർക്കാണ്. 20% കൊണ്ട് സ്കൂളുകാർ പറഞ്ഞ് വെറുതെ പരീക്ഷ എഴുതുന്നതാണ്. 80% ഒരു 60% കിട്ടിയാലേ ജയിക്കുകയുള്ളെന്ന്. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയനെയും കൊണ്ടുവന്ന് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അന്ന് SLC +2 പിള്ളേരെ അച്ഛൻ തലയ്ക്ക് പിടിച്ച് അനുഗ്രഹിക്കുകയും അതുപോലെ കാശുരൂപം കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നും അവനൊരു ഭാഗ്യം ലഭിച്ചു. അവനൊരു കാശുരൂപം കിട്ടി. അവൻ ആ കാശുരൂപം കൊണ്ട് പോയി പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പം അവന് 20% ഉണ്ടായിരുന്നു, അവന് 80% മാർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ അവന് കൊമേഴ്സിന് +1 അഡ്മിഷനും കിട്ടി. പിന്നെ ഉടമ്പടി വെക്കാത്ത ഒരു കാര്യമായിരുന്നു എൻ്റെ അമ്മയുടെ സൈനറ്റിസിസ്. അമ്മയ്ക്ക് 20 വർഷമായിട്ട് സൈനറ്റിസിസ് ഉണ്ടായിരുന്നു. അപ്പം ചൂടുള്ളതോ തണുത്തതോ ഒക്കെ കഴിച്ച് കഴിയുമ്പോഴും അതുപോലെ തന്നെ വെയിൽ കൊണ്ടാലും ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര തലവേദന, പിന്നെ ഛർദി, പ്രഷർ കുറയുന്നു. ആദ്യമൊക്കെ കുറേ മരുന്നൊക്കെ കഴിച്ചു. പിന്നെ മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം പോകുന്നല്ലാതെ വേറെ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു ഇനിയിപ്പം വേണ്ട, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജനുവരിയിൽ അമ്മ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഉടമ്പടി ഫോണിൽ നോക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര തലവേദന, ഫോണിൽ പോലും ഉടമ്പടി ധ്യാനം കൂടാൻ പറ്റാത്തത്ര വയ്യാഴികയായിരുന്നു. അപ്പോൾ അമ്മ ചൊവ്വാഴ്ച ദിവസത്തെ ഉടമ്പടി അമ്മയ്ക്ക് തലവേദന കാരണം അമ്മ വെള്ളിയാഴ്ച ദിവസമാണ് കൂടിയത്. വെള്ളിയാഴ്ച ദിവസം ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിന് മധ്യേ അച്ഛൻ പറഞ്ഞു ഒരുപാട് തലവേദനയുള്ളവർ സൈനറ്റിസിസ് പോലെയുള്ള അസുഖം അനുഭവിക്കുന്നവർക്കൊക്കെ വേദന കുറയുമെന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഓൺലൈനായിട്ട് ധ്യാനം കൂടിയപ്പോൾ അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം 3-4 മാസമായി. അമ്മയ്ക്കിപ്പം തണുപ്പുള്ളതോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നവും അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം ലഭിച്ചു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി കൊണ്ടുണ്ടായെന്ന് പറഞ്ഞ ഒരു മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതായിരുന്നു. എനിക്ക് എന്നിലൊരു വിശ്വാസമായിരുന്നു. കാരണം ഞാനൊരു പരിപാടിക്ക് പോയി എനിക്ക് ഫസ്റ്റ് കിട്ടും, പരീക്ഷ എഴുതിയാൽ എല്ലാം കിട്ടും, അങ്ങനെ ഒരു കോൺഫിഡൻസിൽ നിന്നും എനിക്ക് ദൈവവും ഇല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല എന്നൊരു വിശ്വാസം എനിക്ക് വന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാനും ജപമാല ചെല്ലാനും. എൻ്റെ വീട്ടിൽ ജപമാല ചെല്ലുന്നില്ല, ഞങ്ങൾ കരുണക്കൊന്തയൊക്കെ ചെല്ലുന്നുള്ളായിരുന്നു. അപ്പം വീട്ടിൽ കൂടുതലായിട്ട് കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ഉൾപ്പെടുത്താനും അങ്ങനെയൊക്കെ സാധിച്ചു. പരിശുദ്ധ അമ്മ ഈശോയായിട്ടും ഒരുപാട് അടുക്കാൻ സാധിച്ചു. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി. ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയുടെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഡ്യൂളിൻ ജാജി. ഞാൻ കൊല്ലം അഴീക്കൽ ഇടവകമാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 13 ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റാണ്. ഞാൻ ചൈനയിൽ നിന്ന് MBBS കഴിഞ്ഞ് നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ നിയോഗത്തിൽ വെച്ച ഒരു നിയോഗം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു എക്സാമുണ്ട്. ആ എക്സാം FMG എന്നാണ് പറയുന്നത്. ആ എക്സാം പാസ്സായാലേ ഞങ്ങൾക്കിവിടെ ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ അതായിരുന്നു നിയോഗത്തിൽ വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ജനുവരി 12 ഒരു എക്സാം ഉണ്ടായിരുന്നു. ഞാൻ ആ എക്സാമിന് വേണ്ടിയിട്ട് നവംബറിൽ രജിസ്ട്രേഷൻ ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എക്സാമിന് ഒരു 1 മന്ത് ബിഫോർ എൻ്റെ ആപ്ലിക്കേഷൻ അവർ കുറേ വട്ടം റിജക്റ്റ് ചെയ്തു. അതിൽ ഡോക്യുമെൻറ്റിൽ ഒരു സീലിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ട് അവർ കുറേ വട്ടം അതിനെ റിജക്റ്റ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ഇപ്രാവശ്യം എക്സാം എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സ്റ്റഡീസൊക്കെ നന്നായിട്ട് ഡൗൺ ആയി. ഇനി അടുത്ത പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് എക്സാമിന് ഒരു വൺ വീക്ക് ബിഫോർ ആയപ്പോഴത്തേക്കും അതൊക്കെ ക്ലിയറായി. പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് ആ 1 വീക്ക് കൊണ്ട് എനിക്ക് എന്തായാലും ഞാൻ പഠിച്ച അത്രയും റിവിഷൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്തു. അത് കാരണം
എക്സാമിന് ഞാൻ ചെന്നെങ്കിലും എക്സാം എഴുതിയെങ്കിലും എനിക്കത് പാസ്സാവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. എനിക്ക് മാതാവിനോട് ചെറിയ പിണക്കമൊക്കെ തോന്നി, എന്തായാലും എന്നെ പാസ്സാക്കിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ അടുത്ത എക്സാമിന് എന്തായാലും സെക്കൻഡ് അറ്റംപ്റ്റ് തന്നെ എന്തായാലും എനിക്ക് പാസ്സാവണമായിരുന്നു. അത് ഇല്ലെങ്കിൽ എനിക്ക് തീരെ സൊസൈറ്റിയുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിനു വേണ്ടിയിട്ട് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അതെന്തായാലും പാസ്സാവണം. അതിനി എന്താണ് അടുത്ത വഴി എന്നുള്ളതായിരുന്നു. കോച്ചിങ്ങിന് പോകണോ വേണ്ടയോ എന്നുള്ളത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരുന്ന സമയത്ത് ഞാൻ മാതാവിനോട് അത്രയും പ്രാർത്ഥിച്ചു. മാതാവ് എന്നോട് പറയുന്നുണ്ടായിരുന്നു, കോച്ചിങ്ങിനൊന്നും പോകണ്ട, തനിയെ പഠിക്കാം എന്ന്. അവസാനം ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു, കോച്ചിങ്ങിന് പോകണ്ട, മറിച്ച് വീട്ടിൽ നിന്ന് ഞാൻ തൽക്കാലം മാറി വേറൊരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് പോയി വേറെ ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാണ്ട് പോയി പഠിക്കാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ വേറൊരു വീട്ടിലേക്ക്, ഇവിടെ ആലപ്പുഴയിലൊരു വീട്ടിൽ ഞാൻ വന്നിട്ട് പേയിങ് ഗസ്റ്റായിട്ട് നിന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. കാര്യം ആ വീട്ടിലുള്ള ആൻറ്റിയും അവരുടെ കുടുംബമാണെങ്കിലും ഈ കൃപാസന മാതാവിൽ ഉടമ്പടി എടുത്ത് ആ വിശ്വാസത്തിൽ കഴിയുന്നവരായിരുന്നു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കൃപാസന മാതാവ് ഇവിടെ, അതിൻ്റെ പ്രസൻസ് ഇവിടെ എല്ലാം ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പിന്നെ അവിടെ എനിക്ക് അക്രൈസ്തവരായ കുട്ടികളുടെ അടുക്കൊക്കെ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റി. അവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ അടുത്ത എക്സാം എനിക്ക് ഡേറ്റ് വന്നപ്പോഴത്തേക്കും ജൂലൈ 26 ആയിരുന്നു. അതൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പം സാറ്റർഡേ എന്ന് കണ്ടപ്പോഴേ തന്നെ എനിക്ക് നല്ല സന്തോഷം തോന്നി. മാതാവിൻ്റെ ദിവസമാണല്ലോ, മാതാവ് കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസവും ഉണ്ടായി. അങ്ങനെ എക്സാമിൻ്റെ സെൻറ്റർ എനിക്ക് കിട്ടിയത് തൃശ്ശൂരായിരുന്നു. അപ്പം ഞാൻ തൃശ്ശൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് എക്സാമിൻ്റെ തലേ ദിവസം ഇതുവഴി പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുക്ക വന്ന് ഈ അൾത്താരയുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ മാതാവേ, എന്നെ കൈവിടല്ലേ, എനിക്ക് ഇപ്രാവശ്യം തന്നെ പാസ്സാവണേ എന്നുള്ള വിശ്വാസത്തിൽ പോയി. എൻ്റെ കൂടെ ഉണ്ടാവണേ, എക്സാമിന് ഞാൻ എഴുതുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ എന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ എക്സാം ഡേയിൽ മോർണിംഗിൽ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പ്രത്യേകിച്ച് എക്സാമിന് പോകുന്ന കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോയി. എക്സാമിന് കയറുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ വിശുദ്ധ തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത്. കയറി പിന്നെ ഞങ്ങൾക്ക് കാശ് രൂപ ഒന്നും അങ്ങോട്ടേക്ക് ഹോളിലേക്ക് അലൗഡഡ് അല്ല. അത് കാരണം പക്ഷേ എനിക്ക് എന്തായാലും കാശ് രൂപ ഇല്ലാണ്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു. അത് കാരണം ഞാൻ അതെൻ്റെ ഡ്രസ്സിൽ ടൈ ചെയ്ത് വെക്കുകയാണ് ചെയ്ത്, ആരും കാണാത്ത രീതി. അങ്ങനെ എക്സാം ഹോളിൽ കയറി. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നെ കുറേ നേരം ചൊല്ലിക്കൊണ്ടിരുന്നു, അത്രയും വിശ്വാസത്തോടെ. പക്ഷേ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാം ഞാൻ വിചാരിച്ച കണക്കല്ല, നല്ല ടഫായിരുന്നു. നല്ല ടഫായപ്പോൾ എനിക്ക് ആകെ ഡൗണായി. എക്സാം ഹോളിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലൊക്കെ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അപ്പോഴത്തേക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ഞാൻ സ്ട്രോങ് ആവും. അങ്ങനെയാണ് ഞാൻ എക്സാം കണ്ടിന്യൂ ചെയ്തത്. ഈ എക്സാം എന്ന് വെച്ചാൽ 2 സെക്ഷനായിട്ടാണ്. മോർണിംഗ് സെക്ഷനും ഉണ്ട്, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ സെക്ഷനും ഉണ്ട്. മോർണിംഗ് സെക്ഷൻ ഞാൻ വിചാരിച്ചത്ര എളുപ്പമായില്ല. അപ്പോൾ എനിക്ക് അടുത്തൊരു പ്രതീക്ഷയെന്ന് വെച്ചാൽ ആഫ്റ്റർനൂൺ സെക്ഷനാണ്. ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത സെക്ഷനെങ്കിലും എനിക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം, എന്നാലേ എനിക്കൊരു പ്രതീക്ഷയുള്ളൂ. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ എക്സാമിന് കയറുന്നതിന് മുമ്പും ഞാൻ കുരിശ് വരച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ട് എക്സാമിന് കയറി. ആ എക്സാം ഞാൻ കുറച്ച് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല, എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല എക്സാമാണ്, ആ സെക്ഷൻ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് കോൺഫിഡൻസ് എവിടേക്കോ വന്ന്. അപ്പം തന്നെ ഞാൻ മാതാവിന് അവിടെ വെച്ച് തന്നെ നന്ദി പറഞ്ഞിട്ടാണ് ബാക്കി കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ എക്സാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയെങ്കിലും എനിക്ക് ടോട്ടൽ എടുക്കുമ്പോൾ എത്രത്തോളം മാർക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ഞാൻ വീട്ടിൽ വന്നിട്ടും ഞാൻ എഴുതിയതൊക്കെ ശരിയാണോ അല്ലേ എന്നൊന്നും എനിക്ക് നോക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് അറിയണ്ട, എനിക്ക് റിസൾട്ട് വരുന്ന അന്ന് അറിഞ്ഞാൽ മതി എത്ര മാർക്കുണ്ട് എന്നുള്ളത്. ഞാൻ പക്ഷേ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് മാതാവ് എന്നെ പാസ്സാക്കും, എന്നെ കൈവെടിയത്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാനിരുന്നു. അങ്ങനെ രാത്രിയിലൊക്കെ എനിക്ക് ഉറക്കമില്ല. എനിക്ക് സൊസൈറ്റീനെ ഭയങ്കര പേടിയാണ്. ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഇനി പാസ്സായില്ല എന്ന് പറയാൻ എനിക്ക് വയ്യായിരുന്നു. എനിക്ക് മാതാവല്ലാതെ വേറൊരു പ്രതീക്ഷയില്ല. ഞാൻ അത്രയും കരഞ്ഞ് മാതാവിൻ്റെ അടുക്ക പ്രാർത്ഥിച്ചു. ഞാൻ എന്നും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ഒരുപാട് നേരം കൊന്ത ചൊല്ലി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്തു.
ഒരു ദിവസം ഇതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് എന്തായാലും റിസൾട്ട് വരുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ഹിൻഡ് തരണം, ഞാൻ പാസ്സാകൂ ഇല്ലയോ എന്നുള്ളത്. ഒരാശ്വാസത്തിന് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയണേന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് അന്ന് രാത്രി തന്നെ ഞാൻ സ്വപ്നം കണ്ടു, എനിക്ക് റിസൾട്ട് വരുമ്പോൾ ഞാൻ പാസ്സാകുന്നത്. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി, മാതാവുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ കേട്ടല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസവും ഇതുപോലെ ഞാൻ രാവിലെ എക്സാം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഞാൻ ജോസഫ് അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ എൻ്റെ ഹോൾ ടിക്കറ്റ് വെച്ച് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാം ഡേ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി കരഞ്ഞുകൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ പാസ്സായി. 150 മാർക്കാണ് പാസ് മാർക്ക്. എനിക്ക് മാതാവ് 165 മാർക്ക് നൽകി അനുഗ്രഹിച്ചു. മാതാവ് എത്ര കരുതലോടെയാണ് ഓരോരുത്തരെയും കാത്തു നോക്കുന്നതെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കൊണ്ട് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാതാവിൻ്റെ ഇവിടുത്തെ ഉടമ്പടിയും ഇവിടെ എന്താ ഉടമ്പടി എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ രോഗികൾക്ക് പറ്റുന്ന കണക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് സഹായം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്ര വലിയ അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.